അടിപൊളിയായിരുന്നു. ആ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഉണ്ടോ? എന്തോ രക്ഷയില്ല. ലാലേട്ടൻ നമുക്കിങ്ങനെ കണ്ണ് മാറാതെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. എന്തോ മൊത്തത്തിൽ അടിപൊളിയാക്കും. കണ്ടു നോക്കും, പടം കാണും. എല്ലാവരും കണ്ടോ? ഇല്ല, ഇവിടെ ഉള്ളവർ കണ്ടു. പിന്നെ എന്നാ കാണ്. ആ പടം എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ്റെ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? ഫൈറ്റ് പൊളിച്ചോ ലാലേട്ടൻ? ചേട്ടാ ഒരു വെറൈറ്റി പെർഫോമൻസ് ആണല്ലോ. വളരെയധികം സന്തോഷം. ഇതല്ലേ എല്ലാവരും ആഗ്രഹിച്ച്. ശരിയാ, അത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഒന്നുമില്ല പ്രൊമോഷന്റെ കാര്യത്തിൽ. സ്ട്രാറ്റജി ആണോ? എങ്ങനെയുണ്ടായിരുന്നു പടം? സൂപ്പറല്ലേ? ചേട്ടൻ പ്രകാശ് ചേട്ടനൊക്കെ സൂപ്പറല്ലേ? പിന്നെ സൂപ്പറാ. അത് മതിയല്ലേ. വളരെ ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. നല്ല രസമുണ്ടായിരുന്നു. അറിയില്ല എന്താ പറയണ്ടേന്ന്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കെല്ലാം ഇഷ്ടമായില്ലേ? താങ്ക് യു. അനുഭവമായിരിക്കും. എല്ലാവരും ഇന്റർവെൽ മുതൽ പറയുന്നുണ്ട് ആരുടെ വില്ലൻ അവതരിപ്പിച്ചത്. ശരിക്കും എസ്പെഷ്യലി നമ്മൾ ലാലേട്ടനുമായിട്ടൊരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് വളരെ വലുതാണ്. പിന്നെ വളരെ ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടറാണ്. അതിന് ക്യാരക്ടർ ഷെയ്ഡ്സ്. അപ്പം ടെൻഷൻ ഉണ്ടായിരുന്നോ ഈ കാര്യം വന്ന് പറഞ്ഞപ്പോൾ അവതരിപ്പിക്കുന്നതിൽ? തീർച്ചയായിട്ടും. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറി ആയിട്ട് തോന്നി. പിന്നെ ക്യാരക്ടറിന് നല്ലൊരു ഡെപ്ത്. പിന്നെ ലാലേട്ടൻ്റെ കൂടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. സോ ഇറ്റ് വാസ് ട്രൂലി എക്സൈറ്റിംഗ് ശരിക്കും. പിന്നെ നാച്ചുറലി ദ ഹോൾ ക്രൂ വെരി കംഫർട്ടിങ്, ഇൻട്രസ്റ്റിംഗ്. ലാലേട്ടൻ ഭയങ്കര സപ്പോർട്ടായിട്ട്. പക്ഷെ എല്ലാം കൊണ്ടും ഒരു ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. തകർത്തു. താങ്ക് യു സോ മച്ച്. എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഒരുപാട് ഇഷ്ടമായി എല്ലാവർക്കും. നല്ല പടത്തിൽ നല്ലൊരു റോള് ചെയ്യാൻ പറ്റും. എല്ലാവരും പടം കണ്ടോ? എന്താ നിങ്ങൾ പറയും? എങ്ങനെയുണ്ടായിരുന്നു? ഉഗ്രനാ? എന്തോ? ആ ഓക്കെ, താങ്ക് യു. ഒരുപാട് കഷ്ടപ്പെട്ട സീക്വൻസസ് ഒക്കെ കണ്ടു. എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവർ നല്ലൊരു കംഫർട്ടബിൾ ആക്കിയിരുന്നു. അത് കാരണം എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. കുറച്ചൊക്കെ ഓവർ വെൽമിങ് ആയിട്ടൊരു സീൻസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഐ വാസ് ഓക്കെ ദാറ്റ് ടൈം. എല്ലാവരും എന്നെ കംഫർട്ടബിൾ ആക്കി. എൻ്റെ ഫസ്റ്റ് സീൻ തന്നെ ശോഭന മാമിൻ്റെ കൂടെയായിരുന്നു എടുത്തിരുന്നത്. ആൻഡ് ഐ വാസ് ടെൻസ് ദാറ്റ് ടൈം. ഞാൻ കുറച്ചുകൂടി പേടിച്ചു പോയി. കാരണം കുറച്ച് ഷോട്ട് എടുക്കേണ്ടി വന്നു. പക്ഷെ മാമിനെ ഹഗ് ചെയ്ത് പറഞ്ഞു അമ്മയായിട്ട് കണ്ടാൽ മതി, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നല്ലോണം കംഫർട്ടബിൾ ആക്കി. അതാണ് എൻ്റെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ്. മൊത്തത്തിൽ സിനിമ കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്തത്? അയ്യോ, ഞാൻ ശരിക്കും ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞു. കോമഡിയൊക്കെ നല്ലോണം വർക്കൗട്ടായി. ആൻഡ് മാസ് സീനുകളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ആ ലാലേട്ടനെ തിരിച്ചുകൊണ്ടുവരുന്ന നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. എല്ലാ ഓഡിയൻസായിട്ട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അത് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്നു. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാവരും ഹാപ്പിയാണ്. മികച്ച ക്യാരക്ടറാണല്ലോ പടത്തിൽ. ഒരു ഗംഭീര പെർഫോമൻസ് ഉണ്ടല്ലോ. അപ്പോൾ കരിയറിൽ തന്നെ താങ്കളുടെ കരിയറിൽ തന്നെ ബ്രേക്ക് ത്രൂ വന്ന ക്യാരക്ടറാണ്. അറിയില്ല, നോക്കാം. എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. പടം ഇറങ്ങിയതേ ഉള്ളൂ, നോക്കാം. സന്തോഷമാണോ? ഹാപ്പിയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്.